നിൽക്കുന്നത് ജെയിൻ കൊച്ചി ക്യാമ്പസിലാണ്. ഇന്നത്തെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞ ഏത് സ്റ്റുഡൻസിൻ്റെയും ആഗ്രഹമാണ് UK പോയി ഡിഗ്രി ചെയ്ത് അവിടെ സെറ്റിൽ ആവണോ എന്നുള്ളത്. എന്നാൽ UK പോയി 3 വർഷം ഡിഗ്രി ചെയ്യാനുള്ള സ്റ്റഡി എക്സ്പെൻസും അതുപോലെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, അക്കോമഡേഷൻ ഇതെല്ലാം കൂടി ഒരു വലിയ എമൗണ്ട് വരുന്നുണ്ട്. ഈ എമൗണ്ട് അഫോർഡബിൾ ആകാത്തതുകൊണ്ട് തന്നെ പല കുട്ടികളും അവരുടെ ഈ ഒരു ഡ്രീമിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനുള്ളൊരു ബെറ്റർ സൊല്യൂഷൻ ജെയിനിലുണ്ട്. പ്ലസ് ടുവിന് ശേഷം ജെയിൻ സെൻട്രൽ ഫോർ ഗ്ലോബൽ സ്റ്റഡീസിൻ്റെ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് 2 വർഷം ജെയിൻ്റെ കൊച്ചി ക്യാമ്പസിൽ, അതിനുശേഷം ക്രെഡിറ്റ് ട്രാൻസിലൂടെ 3-ാമത്തെ വർഷം UK പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഡിഗ്രി പഠിച്ച് UK ഡിഗ്രി സ്വന്തമാക്കാം. അതും 1 ഇയർ UK സ്റ്റഡി എക്സ്പെൻസ് മാത്രം ചിലവാക്കിക്കൊണ്ട്. ഇത് മാത്രമല്ല, ഡിഗ്രിക്ക് ശേഷം കുട്ടികൾക്ക് അവിടെ 2 ഇയേഴ്സ് സ്റ്റേ ബാക്കും കൂടി ലഭിക്കുന്നുണ്ട്. സോ ഈ ടൈമിൽ ജോലി കണ്ടെത്തി അവിടെ സെറ്റിൽ ആവാനും എളുപ്പമാണ്. ജെയിൻ CGSൻ്റെ ഈ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം IGPയുടെ ഓണർഷിപ്പ് ആൻഡ് ലേണിംഗ് പാർട്ണർ ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ISDC ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും മറ്റ് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും ISDC ആണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് തന്നെ ചോദിച്ചറിയാം. ഇത് ആൻവ, നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ പ്രോജക്റ്റ് ലീഡാണ്. നമുക്ക് മാമിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ് മാം. ഹലോ അനക്ക. മാം, നമുക്ക് ഇപ്പം ഈ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ക്യാമ്പസിൽ വന്നപ്പോൾ മനസ്സിലായി. എന്നാൽ പോലും ഇപ്പം 2 വർഷം കൊച്ചിയിൽ പഠിച്ചിട്ട് 3-ാമത്തെ വർഷം UK പോയി ഒരു UK ഡിഗ്രി എന്ന് പറയുന്നത് കുറേ പേർക്കൊക്കെ ഒരു ആദ്യത്തെ അറിവായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ, ഇതിൻ്റെ അക്രിഡേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷുവർ. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ജെയിൻ സെൻറ്റർ ഫോർ ഗ്ലോബൽ സ്റ്റഡീസിൻ്റെ കൊച്ചി ക്യാമ്പസിൽ വെച്ചിട്ടാണ്. ISDCയുടെ പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു സ്കോട്ടിഷ് ക്രെഡിറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. മേജർ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 7, ലെവൽ 8. ലെവൽ 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ UK ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ഇയർ 1ൻ്റെ ഇക്വലൻ്റ് ആയിട്ട് വരും. ലെവൽ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ 2ൻ്റെ ഇക്വലൻ്റ് ആയിട്ട്. അതായത് ലെവൽ 7-ലോട്ടാണ് കുട്ടികൾ ജോയിൻ ചെയ്യുന്നത്. എക്സാക്ട്. ലെവൽ 7 ആൻഡ് ലെവൽ 8, അതായത് ലെവൽ 8 ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ. ലെവൽ 7 ആൻഡ് ലെവൽ 8 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം. അതായത് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കഴിഞ്ഞാൽ ലെവൽ 7, ലെവൽ 8 കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമാണ് UK ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് UK പ്രോഗ്രസ് ചെയ്ത് അവിടെ അവർക്ക് ചോയ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസിലേക്ക് ഡയറക്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് അഡ്മിഷൻ എടുത്ത് ഒരു നോർമൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഇപ്പം UK 3 വർഷം പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിനും നമ്മുടെ ഈ IGP വഴി പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനും സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അബ്സല്യൂട്ട്ലി സെയിം സർട്ടിഫിക്കറ്റ്, യാതൊരു വ്യത്യാസവും ഇല്ല. UK ഡിഗ്രി തന്നെയായിരിക്കും. അപ്പം പക്ഷേ ഇപ്പം UK എക്സ്പെൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് അവിടെ പഠിച്ചിറങ്ങാൻ. സ്റ്റഡി എക്സ്പെൻസ് ഉണ്ട്, അതുകൂടാതെ അവിടെ ലിവിങ് എക്സ്പെൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു UK ഒരു വർഷം മാത്രമേ നിൽക്കുന്നുള്ളൂ. ഫൈനൽ ഇയർ മാത്രം. ഫൈനൽ ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ. ഓക്കെ. മറ്റുള്ള കുട്ടികളെന്ന് വെച്ചാൽ 3 വർഷം UK നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പെൻസ് തമ്മിൽ എങ്ങനെയാണ് ഒരു വ്യത്യാസം വരുന്നത്? ഇതിന് ഓബ്വിയസ്ലി UK 3 വർഷം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനും ഫൈനൽ ഇയർ മാത്രം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനും തമ്മിൽ ഫീസിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾമോസ്റ്റ് 60% വ്യത്യാസം വരുന്നുണ്ട്. റീസൺ ബീയിങ്, ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് വരുന്ന എക്സ്പെൻസ് എൻറ്റയർ കോഴ്സ് എന്ന് പറയുന്നത് 3,25,000 ഉള്ളൂ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കവർ ചെയ്യും. നമ്മൾ തേർഡ് ഇയറിലേക്ക് പോകുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ എടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ 1 ഇയറിൻ്റെ ഫീസ് മാത്രമേ നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ 1 വർഷമേ പഠിക്കുന്നുള്ളൂ. ഫൈനൽ ഇയർ മാത്രമേ അല്ലെങ്കിൽ തേർഡ് ഇയർ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വർഷത്തെ എക്സ്പെൻസ്, ബ്രിട്ടീഷ് എക്സ്പെൻഡിച്ചർ വരുന്നത് അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റി എക്സ്പെൻഡിച്ചർ വരുന്നത് ആ സ്റ്റുഡൻറ്റ് പോകുന്ന ആ വർഷം മാത്രമേ നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അഫിലിയേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. അഫിലിയേഷൻസ് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സ്കോട്ടിഷ് ക്രെഡിറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ക്രെഡിറ്റ് റേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. ഇതിൻ്റെ സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിൻ്റെ ഒരു അവാർഡിംഗ് ബോഡിയാണ്. UK യൂണിവേഴ്സിറ്റീസ് ഡിഗ്രീസ് അല്ലാത്ത അതർ ക്വാളിഫിക്കേഷൻസിൻ്റെ
ബേസിക് ആയിട്ടും അതിൻ്റെ അക്രഡിറ്റേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അൾട്ടിമേറ്റ് അവാർഡിംഗ് ആയിട്ട് ചെയ്യുന്ന ഒരു UK നാഷണൽ അവാർഡിംഗ് ബോഡിയാണ് സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അഫിലിയേഷനിലാണ് ഈ പ്രോഗ്രാം നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ മാം. അതുപോലെ തന്നെ നമുക്കിപ്പം നോർമലി ഒരു കുട്ടി ഇപ്പം ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടൊരു സ്റ്റുഡൻറ്റ് UK പോലുള്ള കൺട്രീസിൽ പോകുമ്പം അവരുടെ മാർക്കോ അല്ലെങ്കിൽ അവരുടെ ഗ്രേഡ്സോ ഒന്നും അല്ല കൺസിഡർ ചെയ്യുന്നത്, അവരുടെ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ഈ IGP സ്റ്റുഡൻസ് തേർഡ് ഇയറിലോട്ട് എൻ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി എങ്ങനെയാണ് മാഡം വരുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ IGP പ്രോഗ്രാമിൽ നമുക്ക് ബേസിക് ആയിട്ട് 2 കമ്പോണൻസ് ഉണ്ട്. ലെവൽ 7 എന്ന് പറയുന്നതും ലെവൽ 8 എന്ന് പറയുന്നതും, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ, അങ്ങനെ 2 കമ്പോണൻസ് ഉണ്ട്. ഈ ഓരോ ഇയറിലും നമുക്ക് 120 ക്രെഡിറ്റ് പോയിന്റ്സ് അലോക്കേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പം ഈ ടോട്ടൽ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ക്വാളിഫിക്കേഷനിൽ 240 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് ഇയറിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 240 ക്രെഡിറ്റ് പോയിന്റ്സ് ഉള്ള സ്റ്റുഡൻസിന് മാത്രമേ തേർഡ് ഇയറിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ലെവൽ 8 എക്സിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് ഇന്റർനാഷണൽ സ്പെഷ്യലൈസ്ഡ് ഡിപ്ലോമ ഇൻ ബിസിനസ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചാണ് അവർക്ക് തേർഡ് ഇയറിലോട്ട് എൻ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി വരുന്നത്. അതെ. ഓക്കെ മാം. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോർമലി പറയുന്ന പോലെ തന്നെ 3 വർഷത്തെ UK ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ IELTS നിർബന്ധമാണ് UK പോയി ഡിഗ്രി ചെയ്യാനായിട്ട്. അപ്പം IGP സ്റ്റുഡൻസിന് എങ്ങനെ IELTS ആവശ്യമായിട്ട് വരുന്നുണ്ടോ? IELTS എന്ന് പറയുന്നത് പല UK യൂണിവേഴ്സിറ്റീസിൻ്റെയും എൻട്രി ക്രൈറ്റീരിയയിൽ വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അത് നമുക്ക് പലപ്പോഴും നിർബന്ധം എന്നതിനേക്കാൾ കൂടുതൽ അതൊരു ഡിസൈറബിൾ ഫാക്ടറാണ്. കാരണം അതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി കാണിക്കുന്നൊരു കാര്യമാണ്. സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ അതോറിറ്റിയുടെ IGP പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളുടെ നേരത്തെ പോയിട്ടുള്ള സ്റ്റുഡൻസ്, നമ്മളുടെ ഫൈനൽ ഇയർ പ്രോഗ്രസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും തന്നെ ഓഫർ ലെറ്റർ വന്നിരിക്കുന്നതിനകത്ത് IELTS എന്ന് പറയുന്ന ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ചില യൂണിവേഴ്സിറ്റീസ് അതൊരു മാൻഡേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രസ് ചെയ്ത സ്റ്റുഡൻസ് എല്ലാം പോയിരിക്കുന്നത് IELTS ഇല്ലാതെ തന്നെയാണ്. കാരണം പല റീസൺസ് കൊണ്ട് IELTSന് വേവർ കിട്ടുന്നുണ്ട്. സ്റ്റുഡൻസിന് ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ IELTS വേവർ കൊടുത്തിട്ടാണ് പല യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് IELTS വേവർ കിട്ടാൻ സാധ്യതയുള്ളൊരു ക്വാളിഫിക്കേഷനാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റുഡൻസ് ഇപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. ഓൾറെഡി ഒരു ബാച്ച് പോയിരിക്കുന്നത് അതെ, അവർക്ക് കണ്ടീഷനിൽ IELTS എന്ന് പറയുന്നൊരു കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും കോച്ചിങ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് IELTS കോച്ചിങ് എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് പോകുന്നുണ്ട്. യെസ്. IELTS എഴുതിയില്ലെങ്കിൽ പോലും ഇവർക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി കിട്ടുമല്ലോ. കറക്റ്റ്. അതുണ്ട്. അത് മാത്രമല്ല IELTS എന്ന് പറയുന്നത് ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം UK ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജോലികൾ, പാർട്ട് ടൈം ജോലി കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു വാല്യൂ ആഡ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡിസൈറബിൾ ഫോർ ദം ടു അപ്പിയർ ഫോർ IELTS ആൻഡ് ടേക്ക് ദറ്റ് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് അങ്ങനെ ഒരു കോച്ചിങ് കൊടുക്കുന്നത്. പ്രോഗ്രസ് ചെയ്യാനായിട്ട് 100% അതൊരു റിക്വയർമെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% റിക്വയർമെൻ്റ് അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില യൂണിവേഴ്സിറ്റീസ് അത് മാൻഡേറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ മേക്ക് അവർ സ്റ്റുഡൻസ് റെഡി ഫോർ ദാറ്റ്. നമ്മുടെ സ്റ്റുഡൻസ് കൂടുതലും ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതെല്ലാം? ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 50 to 60 യൂണിവേഴ്സിറ്റീസ് UK തന്നെയുണ്ട്. അതിൽ ചോയ്സെസ്റ്റ് എന്ന് പറയാനായിട്ടാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ്, ഹെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി, ക്വീൻ മാർഗരറ്റ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ പ്രൈം ചോയ്സ്. സ്റ്റുഡൻസിൻ്റെ പ്രൈം ചോയ്സ് എന്ന് പറയുന്നതും നമുക്ക് ഓൾറെഡി പ്രോഗ്രഷൻ നടന്നിട്ടുള്ളതുമായ പോയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലോട്ടാണ്. അതുപോലെ മാം, ഇപ്പോൾ IGPക്ക് ശേഷം തേർഡ് ഇയർ കുട്ടികൾ UK പോകുമ്പം അവരുടെ ഈ വിസ പ്രൊസീജിയർ, ഓഫർ ലെറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ISDC എന്ന് പറയുന്നത് UK ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ. ISDC കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ISDCക്ക് തന്നെ നമുക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ വിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ ഓഫർ ലെറ്റർ സെക്യൂർ ചെയ്യുന്നത് മുതൽ വിസാസ് പ്രോസസ്സ് ചെയ്യുന്നത് വരെയുള്ള എൻറ്റയർ കാര്യങ്ങൾ ചെയ്യാൻ എക്വിപ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് പുറത്തേക്ക് ഒരു ഏജൻസിയിലോട്ട് വിട്ട് അവർ ത്രൂ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു റിക്വയർമെൻ്റ് ഇല്ല. ഇത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓവർസീസ് വിങ് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ പേരൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് തന്നെ.
നമുക്ക് ഈ കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് വിസ പ്രൊസീജിയർ ഓഫർ ലെറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നാലും പുതിയൊരു കൺട്രിയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. കാരണം കൂടുതലും കുട്ടികൾ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം പാർട്ട് ടൈം ജോബൊക്കെ കിട്ടുന്ന സ്ഥലം, അതുപോലെ തന്നെ ഇവർക്ക് അഫോർഡബിൾ ആയിട്ട് അക്കോമഡേഷൻ കിട്ടണം. അവിടെ എല്ലായിടും അഫോർഡബിൾ ആണോന്നുമില്ല, നല്ല എക്സ്പെൻസ് ആണ് UK-ൽ. പിന്നെ അതുപോലെ തന്നെ നല്ല യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നതിന് ഡൗട്ട്സ് കാണും. അപ്പം അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ട് ഈ പാർട്ട് ടൈം ജോബ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി വേണം, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അതെ, അപ്പം അതിനൊക്കെയുള്ള ഒരു അസിസ്റ്റൻസ് സാധാരണ ഏജൻസീസ് ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് IGP കഴിഞ്ഞ സ്റ്റുഡൻസിന് അതിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ബിക്കോസ് ഒരു സ്റ്റുഡൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 to 80 നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രോഗ്രഷൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളതിന് കംപ്ലീറ്റ് ആയിട്ട് അസിസ്റ്റൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് അവർ ഏതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യണം, ഇനി ആ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്, ഇനി ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ തന്നെ അവർക്ക് കിട്ടാവുന്ന ലിവിങ് എക്സ്പെൻസസ് കുറവുള്ളതും അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതാണ്, മറ്റുള്ള അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് അസിസ്റ്റൻസ് കൊടുത്തു തന്നെയാണ് അവർക്ക് ഓരോ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ISBC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു UK ബാച്ചിലേഴ്സ് ഡിഗ്രി ആഗ്രഹിച്ച് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ 2 വർഷം ഇവിടെ പഠിപ്പിച്ച് 3-ാമത്തെ വർഷം അവരെ അവിടെ വിട്ട് അവർക്ക് 3rd ഇയർ ഫൈനൽ ഇയർ പഠിച്ച് UK ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് another 2 more years അവർക്ക് അവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പോലത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അസിസ്റ്റ് ചെയ്ത് തന്നെയാണ്. അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ജെയിൻ്റെ കൊച്ചി ക്യാമ്പസിൽ ISBC കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് വേണം? ജെയിൻ്റെ കൊച്ചിൻ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. അതെ, ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായി. അതെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസും അത് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫാക്കൽറ്റി എല്ലാവരും തന്നെ PhD ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അതുപോലെ നമ്മുടെ ഈ IGP സ്റ്റുഡൻസിന് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണോ അതോ പുറത്തുനിന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ടോ? രണ്ടുമുണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. നമുക്ക് UK ബേസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയും IGP സ്റ്റുഡൻസിനും നമുക്ക് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. വിസിറ്റിംഗ് ആയിട്ടാണ് അവർ കൂടുതലും എടുക്കുന്നത്. ബട്ട് ബേസിക്കലി നമുക്ക് ഉള്ളത് ഇന്ത്യൻ ഫാക്കൽറ്റി തന്നെയാണ്. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻസിന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു എവറി ക്വാർട്ടർ വി ആർ പ്രൊവൈഡിങ് ദം വിത്ത് ഇൻറ്റേൺഷിപ്സ്. അപ്പം ഒരുപാട് പബ്ലിക് സെക്ടേഴ്സും പ്രൈവറ്റ് സെക്ടേഴ്സും ആയിട്ട് അവർക്ക് എക്സ്പോഷർ കിട്ടാനായിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് അത് ഇൻറ്റേൺഷിപ്സ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അവരൊരു ഔട്ട്ലുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡൻസാണ്. നമ്മുടെ ഈ IGP പ്രോഗ്രാമിൻ്റെ അക്കാദമിക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കേട്ടിടത്തോളം നമ്മുടെ നോർമലി ഇന്ത്യയിലുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അക്കാദമിക്കിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അക്കാദമിക്കൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അക്കാഡമിക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളത് മിസ്റ്റർ സന്തോഷാണ് നമ്മളുടെ അക്കാഡമിക്സിൻ്റെ ഫാക്കൽറ്റി കംപ്ലീറ്റ് എൻ്റെ കോർഡിനേഷനും ഇത് അക്കാഡമിക്സ് ടീം തന്നെ ഹെഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഡയറക്റ്റ്ലി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഷുവർ. എന്നാൽ പിന്നെ നമുക്ക് അക്കാഡമിക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സന്തോഷ് സാറിനെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ അക്കാദമിക് ഹെഡ് സന്തോഷ് സാറാണ്. ഹായ് സാർ. ഹലോ സാർ. ഈ IGPയുടെ കുറേ ഡീറ്റെയിൽസ് ആൻഡ് മാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അറിയാനുള്ളത് അക്കാദമിക് പാർട്ടിനെ കുറിച്ചാണ്. സാർ, ഇതിൻ്റെ ഒരു അക്കാദമിക് ഡെലിവറി എങ്ങനെയാണ് സാർ വരുന്നത്? ഓക്കെ, ഇത് ബേസിക്കലി 2 ലെവൽസാണ് നമ്മളുടെ ഇവിടെ ഇന്ത്യയിൽ കൊടുക്കുന്നത്. ആദ്യത്തെ ലെവലാണ് SQAയുടെ ലെവൽ 7 എന്ന് പറയുന്നത്. അത് ഒരു 9 മാസത്തെ പ്രോഗ്രാമാണ്. 9 മാസത്തേക്കിനാണ് നമ്മൾ ഈ ലെവൽ 7 കൊടുക്കുന്നത്. ലെവൽ 7-ൽ നിന്നാണ് അവർ ലെവൽ 8-ലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. ഈ ലെവൽ 7 9 മാസം ഇവിടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും ലെവൽ 8 വീണ്ടും ഒരു 9 മാസം ഇവിടുത്തെ സെഷൻസായിട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് അവർ ഒരു ഫൈനൽ ഇയറിൽ അവർ UK-യിലുള്ള അല്ലെങ്കിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ ഫൈനൽ ഇയറായിട്ട് ചെയ്യാൻ അവർക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. ആ ഫൈനൽ ഇയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ഗ്രാജുവേഷനും അവിടെ കഴിയുന്നു. ഓക്കെ സാർ. അപ്പോൾ നമുക്ക് ഈ ലെവൽ 7 and 8 അപ്പോൾ ഈ ഓരോ ലെവലിൽ ഇവർക്ക് എത്ര പേപ്പേഴ്സാണ് വരുന്നത്? അതിൻ്റെ ഒരു അസസ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് സാർ? ലെവൽ 7 എന്ന് പറയുന്നത് 6 പേപ്പേഴ്സാണുള്ളത്. അത് ജനറൽ മാനേജ്മെൻറ്റ് പേപ്പേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ലെവൽ
സെവനിൽ ഈ 6 പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പേപ്പറും ഒരു 20 ക്രെഡിറ്റ് വീതം ക്യാരി ചെയ്യുന്നതാണ്. അങ്ങനെ 120 ക്രെഡിറ്റ്സ് ആണ് ആ ലെവൽ 7 അവർ ടോട്ടലായിട്ട് അക്വയർ ചെയ്യുന്നത്. ഇതിൻ്റെ അസസ്മെൻറ്റ്സ് എല്ലാം തന്നെ ചിലതിന് എക്സാംസ് ചെറിയ രീതിയിലുണ്ട്, ചിലത് കൂടുതലും അസൈൻമെൻറ്റ്സ് ആണ്. പക്ഷേ കൂടുതലും അസൈൻമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇവർ പ്രോഗ്രസ് ചെയ്യുന്നത്. അത് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു, ആ അസൈൻമെൻറ്റ്സ് അവിടെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഇവാലുവേഷനിലാണ് ഇവരത് ക്ലിയർ ചെയ്ത് പോകുന്നത്. റിലേറ്റീവ്ലി കുറച്ചുകൂടെ ഒരു UK ബേസ്ഡ് ഒരു സിസ്റ്റമാണ്, വെറിൻ ദേ ആർ അഗെയിൻ ചെക്ക്ഡ് ഫോർ ദെയർ കമ്പീറ്റൻസ്, ദെയർ സ്കിൽസ്, നോട്ട് സിംപ്ലി മഗിങ് അപ്പ് ദി സബ്ജക്റ്റ്. അപ്പം ലെവൽ 8 വരുമ്പോഴോ സർ? ലെവൽ 8 വരുമ്പോഴാണ് അവർക്ക് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഒരു 8ഓളം സ്പെഷ്യലൈസേഷൻസ് അവർക്ക് സെലക്ട് ചെയ്യാം. ഈ 8 സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ പല ഏരിയാസിൽ നിന്നുണ്ട്. ഇപ്പോൾ ടൂറിസം ഉണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ഉണ്ട്, പ്രോജക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് ഏരിയസിൽ നിന്ന് ഏതാണ് അവരുടെ ഇഷ്ടമുള്ളൊരു ഏരിയ, ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പ്രോഗ്രസ് ചെയ്യാം. ഈ ലെവൽ 8 വരുമ്പോഴത്തേക്കിനും അവർക്ക് 3 കോർ പേപ്പേഴ്സും ബാക്കി 4 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സും ആണ്. ഈ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് എടുക്കും. ചൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് കുട്ടികൾക്ക് അസിസ്റ്റൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായും അവരുടെ ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് ഇന്നത്. അത് മാത്രം പോരാ, അഭിരുചി മാത്രം പോരാ. ഇപ്പം നമ്മൾ പുറമേ ഉള്ളൊരു നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ മാർക്കറ്റ്, അവർക്ക് എന്ത് പഠിച്ചാലാണ് അവിടെ ജോലി കിട്ടുന്നത്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിൽ നല്ല പ്ലേസ്മെൻറ്റ്സ് ഉള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനും ഇങ്ങനെയുള്ള കുറേയധികം ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഇൻപുട്സ് വെച്ചിട്ടാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു സ്പെഷ്യലൈസേഷനും കറക്റ്റായിട്ടൊരു കോളേജും കറക്റ്റായിട്ടൊരു ലൊക്കേഷനും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ സാർ, നമ്മൾ ഈ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കുമോ നമുക്ക് ഡിഗ്രി ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അതോ ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തോ? ഓബ്വിയസ്ലി അവർക്ക് എപ്പോഴും ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ അകത്ത് എല്ലാം തന്നെ അവർ പറയുന്നുണ്ട് ഇന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പം സ്പെഷ്യലൈസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ആ സ്പെഷ്യലൈസേഷനിൽ തന്നെ അവർ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് കുറച്ചുകൂടി ഒരു എഡ്ജുണ്ട്. അല്ലാത്ത പക്ഷം അവർക്ക് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസ് തന്നെ പറയാറുണ്ട് ആ ഇന്ന സ്ട്രീമിൽ നിന്ന് വന്നവരെയാണ് അവർ ഈ ഫൈനൽ ഇയറിൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഓക്കെ, അപ്പം ഇതിലും നമുക്ക് 120 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ലെവൽ 8 നമുക്ക് 120 ക്രെഡിറ്റ് പോയിന്റ്സ്, ടോട്ടൽ 240 ക്രെഡിറ്റ് പോയിന്റ്സ് വെച്ചിട്ട് ഇവർ തേർഡ് ഇയറിലോട്ട് എലിജിബിൾ ആവുന്നത്. ഇവർ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർക്ക് 9+9 18 മാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ ഫൈനൽ ഇയർ അങ്ങോട്ടാണ് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 വർഷം അവർ പോകുന്നില്ല. പക്ഷേ ഈ 2 വർഷത്തിൻ്റെ ആ ടൈം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാൾ നമ്മുടെ ആ പ്രോസസ്സിങ്ങും വിസ പ്രോസസ്സിങ്ങിനൊക്കെയുള്ള കാലതാമസം ഉള്ളതുകൊണ്ട് അവിടെ കൂടുതലും ജാനുവരിയും സെപ്റ്റംബർ ഇൻടേക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ കാലതാമസം വരുന്നത്. അപ്പോൾ 18 മന്ത്സ് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ആ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. എനിക്ക് ഉള്ള വേറൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പം ഈ IGP പ്രോഗ്രാമിന് ശേഷം കുറച്ച് ഒരു ഇയർ ബാക്ക് വന്നാലും ഇവർക്ക് പിന്നെ പോയി തേർഡ് ഇയർ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെ നമ്മളൊരു റീസൺ കാണിച്ചാൽ മതി എന്തുകൊണ്ടാണ് നമ്മളത് എന്താ പറയുന്നത് ഡിലേ വന്നത്. അപ്പോൾ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഇതുവരെ ഇന്ത്യയിൽ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പ്രോഗ്രാമാണ്. എന്നാൽ ഇത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു മാം. UK UG പ്രോഗ്രാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് പറ്റിയ ബെസ്റ്റ് കോഴ്സാണ് ജെയിൻ CGSൻ്റെ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. സിമ്പിളായി പറഞ്ഞാൽ US in Kochi and rest of your life in UK.